ജയം വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഉണക്കയില സ്പെഷ്യലാട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ പൊടിച്ച് വറക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഉണക്കയില, ഇത് ഒരണക്കയിലും ഒരു ചെറിയ കഷ്ണമുണ്ട്, ചുമന്നുള്ളി, മുളക് ക്രഷ് ചെയ്തത്, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, വേപ്പില, ആവശ്യത്തിന് എണ്ണ. അപ്പോൾ ഇത് ചോറിന് നല്ലൊരു സൈഡായിട്ട് നമുക്ക് കൂട്ടാട്ടോ. പപ്പടമുണ്ട്, ഇന്നലത്തെ ഇഞ്ചിക്കറി ഉണ്ട്, പരിപ്പും തക്കാളി മുരിങ്ങക്കോലും കൂടെ ചാറ് വെച്ചതുണ്ട്. അപ്പോൾ അതൊക്കെയായിട്ട് ഇതിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഇത് ഒരു ചെറു കറി. പച്ചമുളക് 4ആയിട്ട് പൊളിച്ചാൽ മതി കേട്ടോ, വട്ടത്തിലല്ല. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ഞാൻ 2 അല്ലി. ഈ അയിലക്ക് ഗ്യാസൊക്കെ ഉണ്ടല്ലോ, ഉണക്കയിലൊക്കെ എന്നും കൂട്ടുന്നത് നല്ലതല്ല, ഇടയ്ക്കൊക്കെ നമുക്ക് കൂട്ടാം. പക്ഷേ ഉണക്കമീൻ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് മീൻ വറുക്കാൻ വെക്കാം കേട്ടോ. ഇത് വറുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം അത് വേവട്ടെ. നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഉണക്കമീനല്ലേ, പെട്ടെന്ന് വേവും. നമുക്കേ ഇതൊന്ന് പൊടിച്ചെടുക്കാം, പെട്ടെന്ന് വറുത്ത് അതിട്ട്. ഇതും കൂടെ പൊടിച്ചെടുക്കാം. ഞാൻ ഉള്ളിയൊക്കെ ഇതിനകത്താണ് പൊടിക്കാറ്. മിക്സിയിൽ കുറേയൊക്കെ ഉണ്ടെങ്കിൽ മിക്സി എടുക്കും. ഇത് കഴുകാൻ വയ്ക്കട്ടെ. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പം ചട്ടി വീണ്ടും അടപ്പത്ത് വെച്ച് ഞാൻ ചൂടായി. ഞാൻ ഒരു പ്രാവശ്യം വറുത്ത വെളിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കാറില്ല കേട്ടോ. അത് ഞാൻ എടുക്കാറില്ല, ഒരിക്കലും എടുക്കാറില്ല. പപ്പടം കാച്ചിയതാണെങ്കിൽ പോലും ഞാനത് കളയാറാണ് പതിവ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ട കേട്ടോ, ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം ഇത് ഉണക്കയിലയാണ്, ഒരുപാട് ഉപ്പിൽ കിടന്നാണിത് ഉണങ്ങണത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം, ഉണക്കയില. പിന്നെ നങ്ക് കൊണ്ട് ഉണ്ടാക്കാം. നങ്കെന്ന് പറഞ്ഞാൽ മാന്തളിര്, ഞങ്ങൾ നങ്കെന്ന് പറയും, മാന്തളിരെന്ന് പറയും. പിന്നെ സ്രാവ്, ആ മീൻ കൊണ്ടൊക്കെ ഇതുപോലെ ചെയ്യാം. എല്ലാവർക്കും ഇതിഷ്ടാവും. ഉണക്കമീനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, അങ്ങനെയുള്ള കറികളൊക്കെ വെച്ച് നോക്കും. മുള്ളൻ കൊണ്ട്, ഉണക്ക മുള്ളൻ കൊണ്ട് ചമ്മന്തി അരയ്ക്കും. ചമ്മന്തി അതിനകത്ത് കാന്താരി കേട്ടോ ചേർക്കണം. കാന്താരി കൊണ്ട് ചമ്മന്തി അരയ്ക്കും. ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ച മുളക് ഇടാം കേട്ടോ. പൊടിച്ച മുളകാണ്, ക്രഷ് ചെയ്തതാട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് കിടന്ന് ഒന്ന് കടിക്കാനൊരു ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടാണ് കേട്ടോ ഞാൻ മീൻ വറുത്തത്. അപ്പോൾ പിന്നെ അതിനകത്തേക്ക് ഇനി മുളകിൻ്റെ ആവശ്യമില്ല.
മുളക് പൊടിയുടെ ആവശ്യമില്ല. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാൽ അതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇടാം കേട്ടോ. നങ്ക് മീനാണെങ്കിൽ ഇത്തിരി നല്ലതാണ്. നങ്കിനകത്തൊന്നും പോകാനില്ല. ഈ അയിലക്കൊക്കെ തലയൊന്നും കൊടുത്തിരിക്കില്ല, തലയൊക്കെ കളയും. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാട്ടോ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. മുള്ള് കിടപ്പുണ്ട്, ഞാൻ മുള്ള് ഒരെണ്ണെടുത്ത് മാറ്റിക്കോട്ടെ. അപ്പോൾ എൻ്റെ അയില റെഡി.